ഹായ് ഓൾ, ദിസ് ഇസ് വെനസ്ഡേ ഈവനിങ്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ നിലു നല്ല ഉറക്കം. നിലുവിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് എനിക്ക് കാലും കയ്യുമൊക്കെ തണുത്തിട്ട് പാടില്ലായിരുന്നു. പുറത്തൊരു മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ളതുകൊണ്ട്. കടൽ അവിടെ തന്നെ ഉണ്ട്. ഏകദേശം സ്കൈയിൻ്റെ അതേ കളറായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഫോക്കസ് ചെയ്തിട്ട്. ഏതെങ്കിലും അനുഗ്രഹം ലഭിച്ചു തരിക. ഇവിടെ ലഭിക്കാൻ നമ്മുടെ പ്രത്യേക ആവശ്യം പറയാം. നൊവേനയ്ക്കിടയിൽ ഇങ്ങനൊരു സെഗ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നതൊക്കെ നടത്തി തരണേ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം കേൾക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളത് പറയണം. നിലുവിൻ്റെ ആവശ്യമാണ് അവനിപ്പോൾ പറഞ്ഞത്. അവനും കർത്താവിനും ആകുമ്പോൾ പിന്നെ ഭാഷ പ്രശ്നമല്ലല്ലോ. എനിക്കെന്തായാലും അത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിലുവിന് എന്തോ വേണമെന്ന് എന്തോ വേണമെന്ന് പറയുന്നു. തവളയെന്നോ കുളമെന്നോ ഒക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ ഇടാം. അമ്മ പിരിവിന് പോയി കേട്ടോ. ആലൻ ഇവിടെ ഇല്ല. ആലനും ആലൻ്റെ കസിൻ ആൽവിനും കൂടെ ഒരു കാര്യത്തിനായിട്ട് പുറത്തോട്ട് പോയിരിക്കുക. അവരെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് എന്തായാലും ചായയ്ക്ക് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിള്ളേരും ഞാനും മാത്രമല്ലേ ഉള്ളൂ, കാടമുട്ടയും ബനാനയും ആക്കാമെന്ന്. ഇന്നും നമ്മൾ പഴംപൊരി ചെയ്യുന്നില്ല. ഒന്നാമത് എനിക്ക് മടി, പിന്നെ അതുമല്ല എൻ്റെ ഉറക്കം അങ്ങോട്ട് തീർന്നില്ലായിരുന്നു. നിലുവിൻ്റെ കൂടെ കിടന്നിട്ട് ഞാൻ നല്ല ഉറക്കം പിടിച്ച് വന്നപ്പോഴത്തേക്ക് അവൻ എണീറ്റു. അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ പോയി. കുറച്ച് നേരം ഇനി എങ്ങനെയെങ്കിലും കിടക്കാമെന്ന് വെച്ചാലും നടക്കത്തില്ല. അവനെ കുക്കുവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ എന്തെങ്കിലും വലിയ കുരുത്തക്കേടൊക്കെ ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് എണീറ്റു. പഴംപൊരി ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല, ഒരു വൈബില്ല. മൊത്തത്തിൽ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു ക്ലൈമറ്റാണ് ഇവിടെ മൊത്തം. ആ കടൽ ഞാൻ കാണിച്ചപ്പോൾ കണ്ടില്ലേ, ഫോക്കസ് ചെയ്തിട്ട് അതങ്ങോട്ട് കാണുന്നേ ഇല്ല. ചക്രവാളം ആ ലൈനിനെ നമ്മളതാ ഹൊറൈസൺ, അതിനെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് തോന്നുന്ന ലൈനെ, അതായത് കടലും ആകാശവും തമ്മിൽ മുട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്ന ലൈൻ, അങ്ങനത്തെ ഒരു ലൈൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാണാനേ ഇല്ല. ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ തിരയും അധികം ഇല്ലാത്തതുകൊണ്ട് കടലിനെ ഫോക്കസ് ചെയ്തിട്ട് എന്തായാലും ഇന്നൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് സൺസെറ്റും എടുക്കാൻ പോയില്ല. അവിടെ ഒന്നുമില്ല, സണ്ണും ഇല്ല, ക്ലൗഡും ഇല്ല. മൊത്തത്തിലൊരു ചെറിയ വെളിച്ചവും എല്ലാം കൂടെ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറിൽ ഇങ്ങനെ നിൽക്കുക. ചായക്കുള്ള പരിപാടികൾ ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഒരു കട്ടൻ ഇടാനാണ് എൻ്റെ പ്ലാൻ. മുട്ടയും ഏത്തപ്പഴവും ഞാൻ തീ അങ്ങ് സിമ്മിലാക്കിയത് അതിനിടയിൽ ഈ ഒരു പണിയും കൂടെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടുപേരെടുത്തും പുറത്തു പോകണ്ടെന്ന് പറഞ്ഞതിന് ഇടയ്ക്കിടയ്ക്ക് നിലുവിനെ കുക്കു അകത്തോട്ട് വിടുന്നുണ്ട്, കിച്ചണിലോട്ട് വിടുന്നുണ്ട്. അമ്മയടുത്ത് ചോദിക്കും പുറത്തു പോയി കളിക്കട്ടെ എന്ന്. ചാറ്റൽ മഴയുണ്ട്, വലിയ മഴയില്ലെങ്കിലും ചാറ്റൽ മഴയുണ്ട്. അതാണ് പ്രശ്നം. വലിയ മഴ വന്ന് നനഞ്ഞാൽ കുക്കുവിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ ഇത്തിരി ചാറ്റലൊക്കെ കൊള്ളുമ്പോഴാണ് പിന്നെ അത് കോൾഡ് ആവുന്നത്. വേണ്ടാന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ് തൽക്കാലം അകത്ത്. ടി വിയും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ മറ്റേത് അവിടെ ആവുന്ന സമയത്തിന് നാളെ ഞാൻ എരിശ്ശേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. വാള നമ്മൾ വീണ്ടും അരപ്പ് പുരട്ടിയ പീസസ് കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ഇന്ന് സാമ്പാർ വെച്ചു. അപ്പോൾ മത്തൻ ഞാൻ ഇന്ന് അധികം ഇന്നത്തെ സാമ്പാറിലേക്ക് അധികം എടുത്തിട്ടില്ല. എരിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അതുകൊണ്ട് മത്തൻ എരിശ്ശേരിക്ക് വേണ്ടി മാറ്റി വെച്ചു. വെട്ടുമലക്കറി വാങ്ങിച്ചാൽ അല്ലെങ്കിലും ഒരു അസംബ്ലിക്ക് ഒരു ലൈൻ പോലെ സാമ്പാർ, എരിശ്ശേരി, തീയൽ ഇതെല്ലാം വരും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ തീയലായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ പൊരിച്ചാൽ മതിയല്ലോ. അതാകുമ്പോൾ തലേന്ന് രാത്രി ഒരു കറി വെച്ചാൽ പരിപാടി അങ്ങ് തീർന്നു. വെജുമായി, കറിയുമായി, ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നോൺ വെജുമായി. അല്ലെങ്കിൽ പിന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ട് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കണം. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കുറഞ്ഞിരിക്കുമല്ലോ. എനിക്കൊരു 2 കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം എന്നുണ്ട് കേട്ടോ. ഒന്ന്, ഞാൻ ഷോർട്സിൽ മ്യൂസിക് ഇട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുക്കിംഗ് വീഡിയോസിനായാൽ പോലും ഞാൻ ഓൺ വോയിസ് കൊടുക്കത്തില്ലായിരുന്നു. അത് ഞാൻ മ്യൂസിക് ഇട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഇതുപോലെ റെസിപ്പീസ് ഷെയർ ചെയ്യത്തില്ലായിരുന്നു. ജസ്റ്റ് ചപ്പാത്തി പരത്തുന്നതും ചുടുന്നതും കഴിക്കുന്നതും കാണിക്കും, അങ്ങനെയൊക്കെ. പക്ഷേ പിന്നീട് ഞാൻ ട്രൈ ചെയ്തെടുക്കുന്ന പുതിയ റെസിപ്പീസ് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ മ്യൂസിക് ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. അത് എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ തരണം. ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിലു എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ അവനെ തട്ടിയൊക്കെ കൊടുത്ത് ഞാൻ വീണ്ടും കിടത്തി ഉറക്കി. അമ്മ കുളിക്കാൻ പോയി കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവനെ എടുത്ത് മേളിൽ പോയി കിടക്കാമെന്ന്. പക്ഷേ പണി പാളി, ആളൊന്ന് എണീറ്റു. തണുപ്പ് കൊണ്ടിട്ടാവണം കേട്ടോ. അവൻ പായിന്ന് ഉരുണ്ടുരുണ്ടങ്ങ് താഴെ പോയി. തറയിലാണെങ്കിൽ നല്ല തണുപ്പും. എരിശ്ശേരി ഞാൻ നാളെ രാവിലെ വെക്കത്തുള്ളൂ. അപ്പം ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. മത്തൻ, പച്ചമുളക്, 2-3 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെക്കുന്നത്. ഈ പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത് ആസ് യൂഷ്വൽ.
പക്ഷേ അടയ്ക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് കൊള്ളത്തില്ല, വേറൊരു പാത്രത്തിലോട്ട് മാറ്റണമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് തുടങ്ങിയത് മ്യൂസിക് ഇട്ട് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പതുക്കെയാണ് ഞാൻ വോയിസ് ആഡ് ചെയ്യാൻ തുടങ്ങിയത്, റെസിപ്പീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അതിലൊരുപാട് പേരും എൻ്റെ വോയിസ് കൊള്ളാം, ഞാനതിൽ എന്തുവാ പറയുന്നത്, ഞാൻ അതിൽ അഹങ്കരിച്ച് പറയുകയല്ല, എനിക്ക് എൻ്റെ വോയിസ് കൊണ്ടിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയത്. ഒരു 7000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കിട്ടിയത് എൻ്റെ വോയിസിൻ്റെ ഒറ്റ ബലത്തിലാണ്. ആ പാട്ടിട്ടുകൊണ്ടിരുന്ന സമയത്തൊന്നും എനിക്ക് അത്ര ഫോളോവേഴ്സൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സൗണ്ട് കൊള്ളാം, സൗണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തത്. അവർ തന്നെയാണ് എനിക്ക്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസം എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. അതിലൊരു 80% എങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ റെസിപ്പി അല്ല ഞാൻ ഇടുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ടിടും, അതങ്ങനെയാണ് കേട്ടോ. റെസിപ്പി പറയാൻ നേരത്തെ മാത്രമേ പാട്ട് ഒഴിവാക്കാറുള്ളൂ. അവരെയും ഐ ഹാവ് ടു കൺസിഡർ ദം, കാരണം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സാണ് എന്നെ വളർത്തിയത്. പിന്നെ എനിക്ക് ആ പറഞ്ഞതിൻ്റെ പോസിറ്റീവ് വശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഐ ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ്ലി. എന്നാലും ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് കമ്പാരിസൺ എനിക്ക് പറ്റത്തില്ല കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇന്ന ആൾ ചെയ്യുന്നത് നോക്കൂ, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റത്തില്ലടാ. ഐ എം വെരി സോറി. അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. ഓഫ് കോഴ്സ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ആ പറഞ്ഞ ആരുടെ റീലാണോ ഞാൻ കണ്ട് നോക്കൂ ചേച്ചി എന്ന് പറഞ്ഞത്, അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ് പേഴ്സൺ. എനിക്ക് ഞാനായാൽ മതി. ഈ കമ്പാരിസണും ഞാനും തമ്മിൽ ഒരു ട്രോമാറ്റിക് ബോണ്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇതിൽ നിങ്ങൾ പലരും ചോദിച്ചിട്ടും സിബ്ലിങ്ങിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുമില്ല. അതിൻ്റെ മെയിൻ റീസൺ തന്നെ ഈ ഒരു കമ്പാരിസണും കൂടിയിട്ടാണ്. എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ, ഞാൻ ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞാന്നാണ് എന്നെ വിളിക്കുന്നത്. കുഞ്ഞ വരയ്ക്കും, നല്ലപോലെ വരയ്ക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈലൻ്റ് ഉണ്ടാവും. ഡാഷ് അതിനേക്കാളും നല്ലപോലെ വരയ്ക്കും. കുഞ്ഞ പാടും അല്ലെങ്കിൽ എഴുതും. കുഞ്ഞ അത് ചെയ്യും, ഡാഷ് അതിനേക്കാളും നല്ലപോലെ ചെയ്യും. എന്നിട്ട് ഇതിനൊരു റീസൺ എൻ്റെ അടുത്ത് പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഡാഷിന് വിഷമമാവും, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയുന്നതെന്ന്. ആ ഒരു സൈഡിലെ വിഷമം മാറ്റാൻ മാത്രമേ എൻ്റെ ഫാമിലി കുറേ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ പലപ്പോഴും ഓപ്പണായിട്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളങ്ങനെ പറയണമെന്നില്ല, ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ പാടുമെന്നോ, ഞാൻ വരയ്ക്കുമെന്നോ, ഞാൻ തയ്ക്കുമെന്നോ, അല്ലെങ്കിൽ ഞാൻ കഥ എഴുതുമെന്നോ കവിത എഴുതുമെന്നോ, ഇതൊന്നും നിങ്ങൾ പറയണമെന്നില്ല. എനിക്കങ്ങനെ വേണ്ട. അതിൻ്റെ അറ്റത്ത് മറ്റേതും കൂടെ ചേർത്തിട്ടുള്ളത് ഇനി കേൾക്കണ്ട. പല സിറ്റുവേഷൻസിലും നീ ഇപ്പോൾ ജീൻസ് ഇട്ട് വരണ്ട, അല്ലെങ്കിൽ ടീഷർട്ട് നീ ഇപ്പോൾ ഇടണ്ട, ഡാഷിന് അത് ചിലപ്പം വിഷമാവും, അല്ലെങ്കിൽ അത് ചിലപ്പം ഉൾക്കൊള്ളാൻ പാടായിരിക്കും. അങ്ങനത്തെ കുറേ അതാണ് ഈ സംഭവം എനിക്ക് പ്രാന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനത് വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് അങ്ങനെ ചേച്ചി മ്യൂസിക് ആഡ് ചെയ്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ആളുടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് താങ്കളെ. എനിക്കൊരു ദേഷ്യവുമില്ല. പക്ഷേ ഈ കമ്പാരിസൺ എന്നെ ഹേർട്ട് ചെയ്യും. എനിക്കങ്ങനെ അവിടെ ഞാൻ വിട്ടതാണ്. പിന്നെ എൻ്റെ മക്കളെ പോലും രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പറയുമ്പോൾ കുക്കു ഇത് കഴിക്കും, നിലു ഇത് കഴിക്കും എന്നല്ലാതെ ഭാവിയിലായാൽ പോലും ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് ടു മൈ കിഡ്സ്. അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളായാലും ശരി തന്നെ, ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കാറേ ഇല്ല. മാക്സിമം ഇന്ന ആൾ കുരുത്തക്കേടാണ്, ഇന്ന ആളെ കണ്ടു പഠിക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ വായിൽ നിന്ന് വീഴത്തില്ല. അപ്പോൾ ഇതങ്ങനെയാണ്. അതെനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ വേ ഓഫ് തിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് അങ്ങനെ സ്ലോ ആയിട്ട് മ്യൂസിക് ഇട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല ഞാൻ എടുക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചെടുക്കുന്നത് ഞാൻ ആ രീതിയിൽ എടുക്കുകയും ചെയ്യും. സ്ലോ ആയിട്ട് പാട്ടൊക്കെ ഇട്ടിടാൻ ഉള്ളത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇന്നലെ വന്ന കമൻറ്റിൽ ഒന്ന് മാറ്റി പിടിക്ക് എൻ്റെ പൊന്നു ചേച്ചി ഒന്ന്, എനിക്കതിൻ്റെ ടോൺ എനിക്കങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിലു എണീറ്റിട്ട് എനിക്ക് പോയി നിലുവിനെ നോക്കേണ്ടി വന്നു 2 തവണ. എൻ്റെ സമയം ഇത് എന്താ പറയുന്നത്, ഡെയിലി വ്ലോഗ്സാണ്.
ഇതിൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അവിടെ കാണാം. ആലൻസ് വൈഫ്, നദാൻ ആൻഡ് നീൽസ് മോം, അക്കാഡമിക് ഓഫീസർ, ഹോം മേക്കർ. ഈ ഇത്രയും ജാനറിനുള്ളിൽ പെട്ട എന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എനിക്കെന്തോ അത് കണ്ട് ഫെഡപ്പായിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് മാറ്റി പിടിക്കുക. ഇതാണ് എൻ്റെ മൈൻഡിൽ കേട്ട വോയിസ്. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് വാസ് വാട്ട് യു മെൻറ്റ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ കിടക്കും. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐ ജസ്റ്റ് വോണ്ട് ടു എൻ്റെ കൂടെ ലൈക്ക് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ യു വിൽ ബി വർക്കിംഗ് വിത്ത് മീ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ട്രാവൽ വ്ലോഗോ ഫുഡ് വ്ലോഗോ ഈവൻ കുക്കിംഗ് പോലും അല്ല എൻ്റെ എയിം. എന്നാലും റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഐ ജസ്റ്റ് വോണ്ട് ടു എനിക്ക് പറ്റുന്നത് എൻ്റെ ഈ ഒരു ഡെയിലി ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ കണ്ടു ഇൻസ്പയർഡായിട്ട് തന്നെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് മലയാളമല്ല, കന്നഡയിൽ വിഷി ഗൗഡ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ തുടങ്ങി. അപ്പോൾ സാധാരണ നമ്മുടെ മലയാളത്തിലുള്ള ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചാനൽസ് എല്ലാം എനിക്ക് ഒട്ടുമിക്കതും കുറച്ചൊക്കെ ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംസാരിക്കുന്ന സ്റ്റൈലും അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ദിസ് വിഷി അത് കന്നഡയാണ് സംസാരിക്കുന്നത്. എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് എൻ്റെ അതേ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മോഡുലേഷൻസിൽ വലിയ വ്യത്യാസം വരുത്താതെ എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐ തോട്ട് ഓക്കെ ഇങ്ങനെ എടുത്താലും നമുക്കിത് ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിലും വാട്ട് ഐ സോ വാസ് ആ കുട്ടിയും സ്റ്റുഡിയോ മറ്റോ നടത്തുവാണ്. അപ്പം ഡെയിലി ജോലിയൊക്കെ ഒതുക്കി സ്റ്റുഡിയോയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അത് മിനി വ്ളോഗ്സാണ് ഞാൻ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഞാനും വിചാരിച്ചത് ഇൻസ്പയർഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. ബട്ട് ഐ വാസ് നോട്ട് ബിക്കമിങ് എ കോപ്പി ക്യാറ്റ്. ഞാൻ ഇൻസ്പയർഡ് ആയി എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. വിഷി ചെയ്യുന്ന റീൽസ് പോലെ ചെയ്യാനല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ വെളിയിൽ പോകുന്നതോ കാണിക്കുമ്പോഴത്തേക്ക് അത് എൻ്റെ ഡേയിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ അന്നത്തെ ഡേ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ഞാൻ കാണിക്കും. ബട്ട് ഇത് മാറ്റി പിടിക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് വാട്ട് എനിക്ക് 14ാമത്തെ ദിവസം പേയ്മെൻറ്റ് മോണിറ്റൈസേഷൻ ആയതും 10 ദിവസം കൊണ്ട് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതും എല്ലാം എൻ്റെ ഈ ഒരു സ്റ്റൈലിനും എൻ്റെ ഈ അടുക്കളയ്ക്കും ഇവിടുത്തെ എൻ്റെ പണിക്കും എൻ്റെ സ്കൂളിൽ പോക്കിനും ഒക്കെ തന്നെയാണ്. സോ ഇതാണ് ഈ ചാനൽ. അതും നിങ്ങളും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്ക് ടു അടുക്കള കാര്യങ്ങൾ. രാത്രിത്തേക്ക് ഇഡ്ഡലി ഇരിപ്പുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി. അപ്പോൾ ഞാനൊരു തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, പരിപ്പ്, ജീരകം ഇതെല്ലാം കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് ഈ മിക്സിയുടെ ജാറിൽ ഞാൻ അരച്ചെടുത്ത സാധനങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. തക്കാളി, സവാള, പിരിയമുളക്, ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം കൂടെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അത് ഈ നമ്മളിട്ട് ഗ്രെയിൻസൊക്കെ പൊട്ടുമ്പോൾ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ പരലുപ്പ് ഇടുന്നതാണ് കേട്ടോ നല്ലത്. പരലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇരുന്ന് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ മേളിൽ വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ജാറ് കഴുകിയ ഒരു ഇത്തിരി വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. നീണ്ടു പോകുന്നു എന്ന് തോന്നിയാൽ ദോശമാവോ ഇഡ്ലിമാവോ ഇരിപ്പുണ്ടെങ്കിൽ അതൊരു സ്പൂൺ അങ്ങോട്ട് ചേർത്താൽ മതി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മറ്റോ കണ്ടതാണെന്ന് തോന്നുന്നു. അതെ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഇതിനെന്തോ പേരും ഉണ്ട് കേട്ടോ, കാരക്കൂടി ചട്നിയോ അങ്ങനെ എന്തോ സംതിങ്. അല്ലാതെ അല്ലെങ്കിൽ എന്നെ പൊങ്കാലിടരുത്, എനിക്കറിയത്തില്ല. ഇതിനെന്തോ ഒരു പേരും ഉണ്ട്. പക്ഷെ ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിട്ടുള്ള സംഭവം വേറെയില്ല. അരയ്ക്കുന്നതിന് മുമ്പ് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ, എന്നാലേ ഈ കളറ് കിട്ടത്തുള്ളൂ. മറ്റേ മുളക് പൊടി ചേർത്താൽ എരിവ് കൂടിപ്പോവും. നമ്മൾ പിരിയമുളക് ഓൾറെഡി ഇതിലേക്ക് ചേർക്കുന്നല്ലോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു തിള ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടെ പിച്ചിയിട്ട് ഇതൊന്നടച്ച് വെച്ച് വേവിച്ചാൽ മതി. നമ്മുടെ തക്കാളി ചട്നി റെഡിയാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. പിന്നെ എന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിഷമിപ്പിക്കുന്നത് കൊണ്ട് അത് എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇനി വിഷമമായിട്ട് എടുക്കുമോ എന്നുള്ളത്. ഇൻ കേസ് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഡിന്നറിനായിട്ടുള്ള പരിപാടികളൊക്കെ ഒതുക്കി. ആലനും ആൽവിനും എത്തിയിട്ടില്ല. സൺസ്ക്രീൻ തീർന്നിട്ടുണ്ടല്ലോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നവംബർ 25 ആണ് വീണ്ടും അതിൻ്റെ ഡേറ്റ് കിടക്കുന്നത്, എക്സ്പെക്റ്റഡ് ഡെലിവറി കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർഡർ ക്യാൻസൽ ചെയ്തു. സൺസ്ക്രീൻ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണല്ലോ. അങ്ങനെ നമ്മുടെ ജംഗ്ഷനിൽ ചിത്ര എന്നും പറഞ്ഞൊരു കടയുണ്ട്. അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ വന്നത് ചെറിയൊരു ട്യൂബ് സൺസ്ക്രീനും കുക്കുസാറിൻ്റെ മുടിയിൽ തേക്കുന്ന ക്രീമും തീർന്നിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇത് കാക്കക്കൂട് പോലെ ഇരിക്കും.
അമ്മയ്ക്ക് പൊട്ടും സ്ലൈഡും വേണമെന്ന് പറഞ്ഞു, അതും മേടിച്ചു. അവൻ കരഞ്ഞ് കാല് പിടിച്ച് ഫുട്ബോളിൻ്റെ കുറച്ച് കാർഡ്സും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വന്ന് മലയാളം പഠിച്ച് തീർന്നാലേ മലയാളമുണ്ട്, ഇംഗ്ലീഷ് ഹോംവർക്കുണ്ട്, മാത്സ് ഹോംവർക്കുണ്ട്. ഇത് മൂന്നും തീരാണ്ട് കാർഡ് എടുത്ത് കളിക്കരുത് എന്നും പറഞ്ഞ് പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എനിക്ക് അവിടെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഇതിന് മുമ്പൊക്കെ ഈ കാർഡ്സ് മേടിക്കുമ്പോൾ 10 രൂപയ്ക്കായിരുന്നു ഒരു പാക്കറ്റ് കിട്ടുന്നത്. ബില്ല് തന്നപ്പോഴത്തേക്ക് 500 സംതിങ് 400 സംതിങ് ആയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചെറിയ ട്യൂബ് സൺസ്ക്രീനാണ് മേടിച്ചത്, ഓൺലൈൻ ഓർഡർ ചെയ്യാം, പതുക്കെ ആമസോണിൽ നോക്കിയപ്പോൾ 3 ദിവസത്തിനുള്ളിൽ വരും. പക്ഷേ അത്രയും ദിവസം സൺസ്ക്രീൻ വേണമല്ലോ. പിന്നെയല്ലേ മനസ്സിലായത് വാങ്ങിച്ച കാർഡ് കുറച്ച് കൂടിയതായിരുന്നു. എപ്പോഴും വാങ്ങിക്കുന്ന 10 രൂപയുടെ സാധനമല്ല അവൻ ഇപ്രാവശ്യം വാങ്ങിച്ചത്. പോരാത്തതിന് 10 രൂപയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ 2 പാക്കറ്റ് എടുത്തോളാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ കുക്കു സാറുണ്ടല്ലോ, ഈ വിറകിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ച് തീർത്തിട്ട് വേണം ആ കാർഡ്സ് എടുത്ത് കളിക്കാനായിട്ടെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഈ മുടി നിങ്ങളും വിചാരിക്കും എന്താ വെട്ടാത്തതെന്ന് കേട്ടോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 2 കക്ഷികളില്ല, ആലനും ആൽവിനും, ഇവർ രണ്ടുപേരും തുടങ്ങും അങ്ങനെ ആമ്പിള്ളേർ വെട്ടണം, മുടി വെട്ടണം, വളർത്തരുത് എന്നൊന്നും പറയരുത്, ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, പറയുന്നതിലും കാര്യമില്ലേ, നമ്മൾ പെൺപിള്ളേരെ വളർത്താൻ സമ്മതിക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് ഞാൻ തിരിച്ചും പറയും, എങ്കിൽ പിന്നെ പെൺപിള്ളേർ മുടി കെട്ടുന്നുണ്ടെങ്കിൽ ഇവന്മാർ സ്കൂളിൽ നോയും ഇത്തിരി മുടി വളർത്തിയിട്ടുണ്ട്, മുടി കെട്ടിക്കൊണ്ട് സ്കൂളിൽ വരണം, ഒതുങ്ങിയിരിക്കണം, വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് വീണ്ടും അവൻ്റെ അടുത്ത് ക്ലാസ് എടുത്തത്. നിന്നെ കാണാൻ പോലും വയ്യ, കുറച്ച് മുടി ഫ്രണ്ടിൽ നിന്ന് വെട്ടെന്നും പറഞ്ഞിട്ട്. ലാസ്റ്റ് ടൈം അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വെട്ടിയതുകൊണ്ട് നോ ഇപ്പോൾ ബാക്കിൽ നല്ല വൃത്തിയായിട്ട് കെട്ടിക്കൊണ്ടാണ് വരുന്നത്. അവനിപ്പോൾ അത് എനിക്ക് കെട്ടാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ്. അങ്ങനെ ദേ പഠിത്തമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. കാർഡ്സ് കളിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്നായിരുന്നു മലയാളമൊക്കെ പഠിച്ചു തീർന്നത്. അവനെക്കൊണ്ട് ഇങ്ങനെയും പഠിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, അതും മലയാളം. പിന്നെ 2 പേർക്കും ഡിന്നർ കൊടുത്തു. രാവിലത്തെ ഇഡ്ഡലി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അവനിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയും തക്കാളി ചട്നിയും. പിന്നെ അതിൻ്റെ കൂടെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ലേറ്റസ്റ്റായിട്ട് വന്നത് മൈക്കിൻ്റെ കാര്യം. മൈക്ക് മേടിച്ചുകൂടെ, എന്തിനാ തിരയുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നതെന്ന്. ഞാനിത് ഒരുപാട് പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മൈക്കിലൂടെ കേൾക്കുന്ന മൈക്ക് മേടിച്ചിട്ട് ആ കേട്ട സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി വേറെ മാറ്റി മേടിച്ച് വെച്ച് നോക്കാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എനിക്കത് ഇഷ്ടപ്പെടുമോയെന്ന്. ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് വേറൊരു കമൻറ്റ് യൂട്യൂബിൽ വന്നായിരുന്നു, ആലനെയും കുക്കുവിനെയൊക്കെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത്തിരി കേൾപ്പിച്ച് തരാം. ഞാൻ ഒളി ക്യാമറ വെച്ച് ഇവർ സംസാരിക്കുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കണ്ടേ എനിക്ക്. ഇതെന്താ രണ്ടും വ്യത്യാസം. ഇതിൻ്റെ അകത്ത് ലോക്കാൻ മോഡലിരിക്കുന്ന സംതിങ് ഡിഫൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇതേത് ഭാഷയെന്നും പറഞ്ഞാൽ ഞാനിരിക്കുന്നത്. നിലു ഉറക്കമായി കേട്ടോ. ഈ കാർഡ്സൊക്കെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എനിക്കെന്തായാലും ഒറ്റ കാര്യം മനസ്സിലായി, നല്ല രീതിയിൽ കുക്കു സാർ അലിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ. കളിയുടെ റൂളൊക്കെ മാറ്റി ഞങ്ങൾ വാഴയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഴ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ പഴുത്ത ഒരു കൊല പഴത്തുനിന്ന് കുറച്ച് പഴവും കൊണ്ടുവന്നു. പഴവും തിന്ന് വാഴ കണ്ടുകൊണ്ടിരിക്കുക. ഹൗ ഐറോണിക്കൽ. നിലുവിനെ പാമ്പേഴ്സ് ഇടിപ്പിച്ച് മേളിൽ പോയി ഇനിയൊരു ഉറക്കം. ഹായ് ഓൾ. ഇന്നലെ രാത്രി മഴയായതുകൊണ്ടാണോ എന്തോ നല്ല തണുപ്പായിരുന്നു ഉറങ്ങാനൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞങ്ങൾ ദേ എണീറ്റു ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ കമൻറ്റിൽ, ഇന്ന് ഞാൻ വായിച്ചൊരു കമൻറ്റിൽ ബ്രേസസിൻ്റെ സ്റ്റോറി പറയാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ആ കോവിഡ് ടൈമിൽ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 വർഷം ഒന്നായി തുടങ്ങിയപ്പോഴേക്കാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്, ഇപ്പോൾ പല്ലിൽ കമ്പി ഇട്ടാൽ എല്ലാവരും മാസ്ക് വെച്ചിട്ടല്ലേ നടക്കുന്നത്. മാസ്ക് മാറ്റുമ്പോഴേക്ക് അതിനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റാവുമല്ലോ. അങ്ങനെ എനിക്കൊരു 2 സൈഡിലും കോന്ത്രം പല്ലായിരുന്നു, ഫ്രണ്ടിൽ മേളിൽ. പിന്നെ താഴത്താണെങ്കിൽ ഫുള്ള് എന്തുവാ പറയുന്നത്, ഈ വെളുത്തുള്ളി വാരി അടുക്കി വെച്ച കണക്കായിരുന്നു. അതങ്ങനെ ലെവലിലല്ലായിരുന്നു, ഒരു ഇതും ഇല്ലാത്ത പല്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഒക്കെ എൻ്റെ പഴയ പല്ലായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. ആ കോമ്പല് വെച്ചിട്ടുള്ള ചിരിയായിരുന്നു നല്ലതെന്നൊക്കെ അവർ പറയും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ചിരിക്കാനൊരു കോൺഫിഡൻസേ ഇല്ലായിരുന്നു ആ പല്ലും വെച്ചിട്ട്. എനിക്ക് ഈ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെയിലി റുട്ടീൻ്റെ ഇടയിൽ തന്നെ ഈ സ്റ്റോറി അങ്ങ് പറഞ്ഞു പോകുന്നത്.
രാവിലെ നമ്മൾ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ലഞ്ചിന്. ഇന്നലെ മത്തങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ. അപ്പോൾ രാവിലെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പയറിടുന്നുണ്ട്. ഇതൊരു കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിലടിച്ചാൽ പയറങ്ങ് വേവും. പയർ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് തന്നെയില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി റെസിപ്പി അതിങ്ങനെ ചെയ്തു വരുന്നൊരു ഫ്ലോയിൽ അങ്ങ് പറയാം. അങ്ങനെ ഞാൻ ചിരിക്കത്തില്ലായിരുന്നു, പല ഫോട്ടോസിലും ഞാൻ ചിരിക്കത്തില്ല. പിന്നെ ഫോട്ടോസ് എല്ലാം എടുക്കുന്ന ആംഗിൾ ഞാൻ എൻ്റെ തലയ്ക്ക് മേലെ ഫോൺ വെച്ചിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ ഫേസ് ഞാൻ ഫോട്ടോയിൽ ഇടത്തില്ല, എനിക്കിഷ്ടമല്ല. ആ ഒരു എൻ്റെ ജോ ലൈൻ എനിക്കിഷ്ടമല്ലായിരുന്നു. ചുണ്ട് കുറച്ചുകൂടെ വലുതുപോലെയായിരുന്നു, കുറച്ച് ബ്രോഡായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒരു ഒതുക്കമില്ലാതെ ഏകദേശം മുഖത്തിൻ്റെ പകുതിയും ചുണ്ടെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ പലതുണ്ട് കേട്ടോ. എനിക്ക് ഒരു സമയത്തെന്ന് വെച്ചാൽ നല്ലപോലെ പല്ലുവേദന വരാൻ തുടങ്ങി. നിലു എണീറ്റ് കുറച്ച് ലോഷനും ഹാൻഡ് വാഷും എല്ലാം കൂടെ അവിടെ തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ലായിരുന്നു. ഹോളിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഈ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയിൽ ഇതിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവൻ സുസുവൊക്കെ വെച്ച് ഇടാനായിട്ട്, അതവിടെ നിന്ന് താഴെയൊക്കെ വിധാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ച് പാലുമായിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. കുക്കു സാറിന് കൊടുത്തുവിടാനുള്ള കുട്ടി ദോശയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് പല്ലുവേദന വന്നു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത്. ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് പെയിനായിരുന്നു, വന്നിട്ട് ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത വേദനയായി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ മമ്മി പോകുന്ന ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ട്, മമ്മി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അലനും കൂടെ വീട്ടിൽ വന്ന് നേരെ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ പുള്ളി നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ വിസ്ഡം ടൂത്ത് ഏറ്റവും ലാസ്റ്റ് ഇനി വരാനുള്ള പല്ലിന് വരാൻ സ്ഥലമില്ല, താഴെയായിരുന്നു പ്രശ്നം. മുന്നിലത്തെ പല്ല് കാരണം വരാനായിട്ട് സ്ഥലമില്ല. അതുമല്ല അത് വന്നതിങ്ങനെ അതായത് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ, താഴേന്ന് വരുന്ന പല്ല് മേളിലത്തെ പല്ലിനെ ഫേസ് ചെയ്ത് വേണ്ടേ നിൽക്കാൻ. ഇതങ്ങനെയല്ലായിരുന്നു, ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് എനിക്ക് അങ്ങനെ അത്രയും പെയിൻ വന്നത്. അത് പൊട്ടി വരാനായിട്ടുള്ള ഒരു പെയിനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ കുക്കർ കഴുകുമ്പോഴേ അതിൻ്റെ വിസിലൊക്കെ നല്ലപോലെ എടുത്ത് കഴുകാം കേട്ടോ. ഇത് അമ്മ എനിക്ക് തോന്നുന്നു ഇന്നലെ കഴുകിയപ്പോൾ വിസിൽ ശ്രദ്ധിക്കാൻ മറന്നു. അതിൻ്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ഇതിങ്ങനെ വെള്ളം തെറിച്ച് ചിതറി വീഴാൻ തുടങ്ങി. ഞാനും പേടിച്ചു, നിലുവും പേടിച്ചുകൊണ്ട് ഞാൻ അമ്മാന്നും പറഞ്ഞ് വിളിച്ചു. എനിക്ക് അങ്ങോട്ട് കൈ എടുക്കാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാവും, നിറയെ ഡോട്ട്സായി. ആ ചെസ്റ്റിൽ വീണ ഒരെണ്ണമാണെങ്കിൽ ഒരു ചെറിയ പാട് പോലെ വരികയും ചെയ്തു. അത്രയ്ക്ക് ചൂടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് തെറിച്ച് വന്നത്. അവിടെ എല്ലാമായി. പിന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ചു, ഗ്യാസിൻ്റെ പുറവും കുപ്പിയും എല്ലാം തുടച്ചു. രണ്ടാമത് പയറിൻ്റെ വിസിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നിലു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പേടിയാവുന്നെന്നും പറഞ്ഞിട്ട്. ഈ ആദ്യത്തത് എൻ്റെ ദേഹത്ത് വീണ് ഞാൻ നിലവിളിക്കുന്ന അവൻ കണ്ടല്ലോ. അങ്ങനെ പിന്നെ അവനെ എടുത്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു ബാക്കി പണിയൊക്കെ. പിന്നെ ഒരുവിധം പറഞ്ഞ് സെറ്റാക്കി, ഇതിപ്പോൾ വേഗം, ഇനി അങ്ങനെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയും പറഞ്ഞു, അമ്മ ചുമ്മാ ബഹളം വെച്ചതാന്നൊക്കെ പറഞ്ഞ്. മനസ്സിലായോ എന്തോ. പിന്നെ കുറച്ച് നേരം അങ്ങ് അടങ്ങിയിരുന്നു. അങ്ങനെ ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബാക്കിലത്തെ പല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇത്തിരി പാടാണ്, അതിന് തൊട്ട് മുന്നിലത്തെ പല്ല് എടുത്ത് കളഞ്ഞാൽ ചിലപ്പം സ്പേസ് കിട്ടും, അങ്ങനെ എടുത്തിട്ട് കമ്പി ഇട്ടാലും നമുക്ക് ചിലപ്പോൾ സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ ആ പല്ല് എടുക്കാം എന്ന് തീരുമാനിച്ചു, തൊട്ട് മുന്നിലത്തെ പല്ല്. അങ്ങനെ ആ പല്ലെടുത്തു. ആ പല്ലെടുത്ത് കഴിഞ്ഞിട്ട് മറ്റേതിന് ഒരു രക്ഷയില്ല, അതിങ്ങനെ മുമ്പോട്ടൊന്നും വരുന്നൊന്നുമില്ല, അത് അവിടെ തന്നെ ഇരിക്കുക. അവസാനം ഞാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി, അങ്ങനെ കമ്പി ഇടുന്നതിനെ പറ്റി ആലോചിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിസ്ഡം ടൂത്തിന് സ്ഥലമില്ലാണ്ട് കമ്പി ഇട്ടിരുന്നു എന്ന്, വരാൻ സ്ഥലമില്ലായിരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വഴി നടക്കുമെന്ന് അറിയാനായിട്ടാണ് ഞാൻ പോയത്. ആ ടൈമിൽ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾ ഇതെനിക്ക് ബ്രേസസ് ഇട്ടിട്ട് അവൾ ഏകദേശം അത് എടുത്തു. ആ ടൈമിൽ അവൾ എടുത്തു. അപ്പോൾ അവളുടെ ഫേസിലാണെങ്കിൽ നല്ല ചേഞ്ചും ഉണ്ടായിരുന്നു, മുഖം നല്ല പോലെ മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഇത് തന്നെ തക്കം, ഒന്നത് കോവിഡ് ഉണ്ട്, മാസ്ക് ഇട്ടുകൊണ്ട് നടക്കാം, പിന്നെ ഈ ഒരു കാര്യവും മാറി കിട്ടുമല്ലോ. അങ്ങനെ ചെന്നിട്ടാണ് ഞാൻ പല്ലിൽ കമ്പി ഇടുന്നത്. ഇടയ്ക്കുന്ന് ഒരു 4 പല്ലെടുത്ത് കളഞ്ഞു, മേളിൽ നിന്ന് 2 പല്ലെടുത്തു, താഴെ നിന്ന് 2 പല്ലെടുത്തു. അപ്പോൾ വിസ്ഡം ടൂത്തിന് വരാൻ സ്ഥലമില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഒരു കുഞ്ഞുമായ, അത് നിറച്ച് പല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെളുത്തുള്ളി അടുക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തമ്പനെയിലെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. എനിക്കിങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എൻ്റെ തമ്പനെയിൽ കാണത്തില്ല, വീഡിയോയുടെ എന്തെങ്കിലും ഒരു പോർഷൻ ആയിരിക്കും കാണുന്നത്. ഇൻ കേസ് നിങ്ങളങ്ങനെ തമ്പനെയിൽ കണ്ടില്ല എങ്കിൽ ചാനലിൽ പോയി അവിടുത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തമ്പനെയിൽ കാണാം കേട്ടോ. അതിലെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഇങ്ങനെ തെറ്റും പിറ്റുമൊക്കെ ഒരു അടുക്കും ചിട്ടയില്ലാത്ത, നിറയെ പല്ല്, അത് തന്നെ ചുരുക്കം. അങ്ങനെ ഞാൻ 4 പല്ലെടുത്തു, മേളിൽ നിന്ന് 2 എടുത്തു, താഴെ നിന്ന് 2 എടുത്തു. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പല്ലെടുത്ത് കഴിയുന്ന ഇത് ഒരുമിച്ച് എടുക്കത്തില്ല. മേളത്തെ 2 ഒരു ദിവസം, താഴത്തെ 2 ഒരു ദിവസം. നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലാൻ പറയും. പിന്നെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക്
ബ്രേസസ് ഇടാനായിട്ടുള്ള മെയിനായിട്ടുള്ള ചില കൊളുത്തുകളുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ പല്ലിൽ വെച്ച് പിടിപ്പിക്കുന്ന സ്റ്റീൽ റോഡ്സ് ഉണ്ട്, അത് അറ്റാച്ച് ചെയ്ത് തന്നു. അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എനിക്കാണെങ്കിൽ സംസാരിക്കാൻ വയ്യ. അത് 4 എണ്ണം കാണും. ഏറ്റവും അതായത് നമ്മുടെ ഏത് പല്ലാണോ ഏറ്റവും ബലത്തിൽ നിൽക്കുന്നത്, ഇതിൻ്റെ ബാക്കിലേക്ക് പുള്ളി ചെയ്യാൻ പറ്റുന്ന പല്ലിൽ ഇങ്ങനെ കയ്യിൽ മോതിരം ഇടുന്ന പോലെ സ്റ്റീൽ ഇങ്ങനെ ഇടും. അതിട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു എന്തോ പറയുന്നത് നട്ട് പോലെയുണ്ട്, അത് മുറുക്കുന്നത്. അതിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാക്കനക്കിയ നാക്ക് പൊട്ടും. ആ ഒരു സ്റ്റേജ് ഭയങ്കര വൃത്തികെട്ടൊരു സ്റ്റേജാണ് കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് തലവേദനയും വരും, പിന്നെ വാ ഫുള്ള് പൊട്ടും. പിന്നെ നമ്മുടെ നാക്ക് അഡ്ജസ്റ്റഡ് ആവും, തഴമ്പിക്കും നാക്ക്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റേണൽ പാർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡ് കൊണ്ട് ചവയ്ക്കാൻ പറ്റത്തില്ല. പഴംപൊരിയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷവർമയൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് കഴിച്ചു കൊതി കൊണ്ട്. പയർ വെന്തു, അതിലേക്ക് ഇന്നലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും ചെറിയുള്ളിയും പച്ചമുളകുമാണ് ഇപ്പോൾ ഇട്ടത്. ഇനി അത് വേവാനായിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വീണ്ടും ഇനി നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ അതെല്ലാം കൂടെ വേവും. അങ്ങനെ നാക്ക് ഫുള്ള് പൊട്ടും കേട്ടോ. നമ്മൾ സംസാരിക്കത്തില്ല, നമ്മൾ പിന്നെ നാക്കനക്കി പൊട്ടും എന്നുള്ള സ്റ്റേജിലാവും. ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ ബാക്കിയിരിപ്പുണ്ട്, ഇന്നലെ രാത്രി വെച്ച തക്കാളിക്കറിയും ബാക്കിയിരിപ്പുണ്ട്. അത് രണ്ടുമാണ് ഞാനിപ്പോൾ അവനിൽ വെച്ച് ഓരോന്ന് വീതം ചൂടാക്കി എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു സാധനം ഒട്ടി സെറ്റായി എന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പോകണം. അങ്ങനെ പോകുമ്പോൾ ഈ കമ്പി കയറ്റി വിടാനുള്ള ആ ഒരു എന്തോ പറയുന്നത് കൊളുത്തുകൾ മാത്രം വെച്ച് പിടിപ്പിക്കും. അതായത് എല്ലാ പല്ലിൻ്റെയും നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു തരും. അപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത് പാർവതി എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തി ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഗ്ലൗസ് മാറ്റിയിട്ട് അവസാനം കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കാരണം എൻ്റെ എല്ലാ പല്ലിലും വെക്കുന്നത് വലിയ ടാസ്ക്കാണ്. ചിലർക്ക് ഇപ്പം ഞാൻ പോകുന്ന പാർലറിലെ മിന്നൂസിലെ ചേച്ചി അങ്ങനെ തന്നെയാണ്. കളറിങ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ചേച്ചി കൈ വെച്ചങ്ങ് ചെയ്യും, എന്നാൽ ആ പ്രിസിഷൻ കിട്ടാനായിട്ട്. അത് അവരത്ര ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടറും അവസാനം കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം എന്നാലേ എൻ്റെ എല്ലാ പല്ലിലും വെക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു കൊളുത്ത്. അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു 3-4 ദിവസം അത് ഒട്ടാനായിട്ട് ടൈം കൊടുക്കണം. അതും കഴിഞ്ഞ് ചെന്നിട്ടാണ് കമ്പി ഇടുന്നത്. കുക്കു സാറിന് ഇന്ന് ലഞ്ചിനായിട്ട് കുട്ടി ദോശയും തക്കാളി ചട്നിയും സാമ്പാറും തന്നെയാണ് കേട്ടോ. സാമ്പാർ അമ്മ ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ട്രിക്കാണ്, അതൊക്കെ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് മുട്ട പുഴുങ്ങിയത് ഉപ്പുമുളക് പൊടി ഇട്ടതും ദോശയും തക്കാളി ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് അവൻ്റെ ലഞ്ച് എടുത്ത് വെച്ചു, സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. കമ്പി ഇട്ട ദിവസം ഞാൻ ചോദിച്ചു റബ്ബർ ബാൻഡ് തരുന്നില്ലേ? അത് ആദ്യമേ തരത്തില്ല. ആദ്യം എനിക്ക് പവർ ബാൻഡായിരുന്നു ഇട്ടിരുന്നത്. ഇതിൻ്റെ ആ നിരയൊന്ന് കറക്റ്റ് ആക്കാനായിട്ട് ഈ XXXൻ്റെ ഷേപ്പിൽ അങ്ങനെ ഒരുപാട് എക്സുകൾ അടുക്കി വയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടത്തില്ലേ, അതിൻ്റെ അങ്ങനത്തെ ഒരു സാധനം. എന്നിട്ട് അത് എല്ലാ കമ്പിയിലും ഈ എല്ലാ എന്തോ പറയുന്നത് കൊളുത്തി ഇടേണ്ട സാധനത്തിലേക്കും വലിച്ചിടും. അങ്ങനെ അത് ഒരു 3-4 ആഴ്ച അതിട്ടു. അപ്പോഴത്തേക്ക് ഒരുവിധം നേരെയായി. അതായത് കമ്പി അതിന് മുമ്പ് വരെ കമ്പി കയറ്റണമെങ്കിൽ കമ്പി ഒരു പല്ലിൽ കയറ്റിയാൽ പിന്നെ ഒരെണ്ണം അങ്ങ് അകത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. കമ്പി ഇങ്ങനെ വളച്ചും തിരിച്ചുമൊക്കെ കയറ്റേണ്ടി വരും. അതിൻ്റെ നിരയൊന്ന് കറക്റ്റ് ആയാലേ ഒറ്റ കമ്പി ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പവർ ബാൻഡ് എന്ന് പറഞ്ഞ സാധനം ഇട്ട് ഒരു 4-5 ആഴ്ചയോളം ഞാനതിട്ടു. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. നല്ല വേദനയ്ക്കും ആദ്യമൊക്കെ, പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് സഹിക്കബിളായിട്ടുള്ള പെയിനാവും. ഇത് പെയിൻഫുൾ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ, പക്ഷേ റിസൾട്ട് അപാരമാണ്. ഇതിന് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. അത് ചെയ്തതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം. അങ്ങനെ അത് നിരയായി കഴിഞ്ഞ് കമ്പി ഇട്ടു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു റബ്ബർ ബാൻഡ് തരുന്നില്ലേ? അതിനൊക്കെ ഇനിയും സമയമുണ്ട്, ഇതിനിയും ഒന്ന് സെറ്റാവണം റബ്ബർ ബാൻഡ് ഇടാനെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 3 മാസം മറ്റോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റബ്ബർ ബാൻഡ്സ് തരാൻ തുടങ്ങിയത്. 3 ദിവസം ഒരു റബ്ബർ ബാൻഡ് ഇടണം, 3-ാമത്തെ ദിവസം റബ്ബർ ബാൻഡ് മാറ്റിയിട്ട് അടുത്തതിടണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന കണക്ക് തന്നെ നമുക്ക് ചെക്കപ്പ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ. അപ്പോൾ പക്ഷേ എനിക്കുണ്ടല്ലോ ഈ കാര്യങ്ങൾ നേരത്തെ നടന്നു തീരണം എന്നുള്ളൊരു വാശിയുള്ള കൂട്ടത്തില്ല. എത്ര പെട്ടെന്ന് നടക്കുമോ അത്ര പെട്ടെന്ന് നടക്കണം. അങ്ങനെ ഈ റബ്ബർ ബാൻഡ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് റബ്ബർ ബാൻഡ്സ് ഓർഡർ ചെയ്തു. നമുക്ക് ഇതിൻ്റെ റബ്ബർ ബാൻഡ്സ് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. മത്തനൊക്കെ വെന്ത് വന്നു. അതിലേക്ക് അമ്മയാണ് കേട്ടോ അരപ്പെടുത്ത് തന്നത്. തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ഇത്തിരി മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളിയും മറ്റൊക്കെ ചേർത്തിട്ടാണ് അരപ്പെടുത്ത് തന്നത്. ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ അരപ്പെടുക്കുന്നത്. അത് ചേർത്തു. ഇനി നമുക്ക് എരിശ്ശേരി താളിച്ചിട്ടാൽ മതി. മീൻ പൊരിച്ചത് ഇന്നലെ പൊരിച്ചതിൻ്റെ തന്നെ ഒരു 3-4 പീസ് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആരും എടുത്തില്ല പൊരിച്ച മീൻ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് അവനിൽ വെച്ച് ചൂടാക്കി എടുക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ചോറും എരിശ്ശേരിയും പപ്പടവും പൊരിച്ച മീനും അച്ചാറും. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഒരു കാരണവശാലും കമ്പി ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്ത പരിപാടി ചെയ്യരുത്.
ഞാൻ വേദനയൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് റബ്ബർ ബാൻഡ് മേടിച്ചിട്ട് ഒരു 2 ദിവസം, രണ്ടാമത്തെ 1.5 ദിവസം ഞാൻ റബ്ബർ ബാൻഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ 2-3 റബ്ബർ ബാൻഡൊക്കെ എടുത്തങ്ങിടും പെട്ടെന്ന് ടൈറ്റ് ആവാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഏറ്റു കുറച്ച്. അപ്പം പെയിനാണ് കേട്ടോ. ആ റബ്ബർ ബാൻഡ് മാറ്റുന്ന സമയത്ത് ഒരു 6 അവേഴ്സേക്ക് നമുക്ക് നല്ല രീതിക്ക് വേദനയായിരിക്കും. ആ വലിഞ്ഞ് നിൽക്കുന്നത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. നമുക്കത് ഇളക്കി കളയാൻ തോന്നും. ബട്ട് ഞാൻ സഹിച്ചു. എനിക്ക് കാരണം പെട്ടെന്ന് ഇത് തീരണമായിരുന്നു. അപ്പോൾ റബ്ബർ ബാൻഡ് അടുപ്പിച്ച് ഒരു 2 റബ്ബർ ബാൻഡൊക്കെ ഇടാൻ തുടങ്ങിയതും പിന്നെ ഈ 1.5 ദിവസം റബ്ബർ ബാൻഡ് മാറ്റാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി പെട്ടെന്ന് പല്ല് അടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനൊരു ആഞ്ഞ് പിടുത്തം പിടിച്ചിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് ഒരു 8 മാസത്തോളം മറ്റോ ഇട്ടിരുന്നു ബ്രേസസ്. ഞാൻ 6 മാസം കൊണ്ട് സംഗതി സെറ്റാക്കി. 7ാമത്തെ മാസം ഞാൻ ഇളക്കി. ഇപ്പം ഒരു സൈഡിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഏതോ സൂര്യ ടി വിയിലെ മറ്റൊരു സീരിയലിൽ ഒരു പെങ്കൊച്ചിനെ കണ്ടു കേട്ടോ. താണ്ടിയൊക്കെ ഉള്ളിലോട്ട് പോയിരിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഇത് കണ്ടോ, ഇവരൊക്കെ കമ്പി മാറ്റാതെ ഒത്തിരി നാൾ ഇടുമ്പോഴാണ് ഇങ്ങനെ ഫുള്ള് അമ്മൂമ്മമാരെ പോലെയായിരുന്നു ആ സീരിയൽ. ആരാന്ന് ഞാൻ പറയുന്നില്ല. നല്ല അകത്തോട്ടിരുന്നു. അപ്പോൾ എനിക്കും ടെൻഷനായി. വേണ്ട, അത്രയും വേണ്ട. ഇപ്പോഴാണെങ്കിൽ ഉള്ള ആൾക്കാരൊക്കെ ഈ ലിപ് ഫില്ലറും പ്ലംബും ഒക്കെ ചെയ്ത് വലിയ ചുണ്ടുണ്ടാക്കാൻ നടക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ ചുണ്ടും താണ്ടിയൊന്നും അകത്തോട്ട് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പോയി ഈ പാർവതി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്രയും മതി, എടുത്തോന്ന്. ആക്ച്വലി അത് ഫുള്ള് ഇങ്ങനെ നല്ല ഫില്ലായാലേ അവരെടുക്കത്തുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പറയുന്നതാണല്ലോ ഇത്, അങ്ങനത്തെ എന്താ പറയുന്നത്, മെഡിക്കലായിട്ടുള്ളൊരു സംഭവമല്ലല്ലോ, നമ്മുടെ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി എങ്കിൽ എടുക്കാമെന്നും പറഞ്ഞിട്ട് എടുത്തു. അത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതുവരെ ബ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ബ്രഷും പേസ്റ്റും ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും ചില കളർ വ്യത്യാസങ്ങളൊക്കെ വരും പല്ലിന്. കാരണം നമുക്ക് റീച്ച് ഇല്ലാത്ത ഏരിയാസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ അത് പോളിഷ് ചെയ്ത് തരും. പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ബ്രൈറ്റൻ ആക്കി തരും. വീട്ടിൽ വന്ന് കണ്ണാടി നോക്കി ചിരിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, നിങ്ങൾ ആ തമ്മിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ വേറൊരു ഞാനായി. അതിന് ശേഷമാണ് ആൾക്കാർ അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ ഐശ്വര്യ ലക്ഷ്മി പോലെ ഉണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പലരും തന്നെ ചോദിച്ചു, നീ ഇങ്ങനെ മാറിയത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചേഞ്ചാണ് ഈ ഒരു സംഭവം കൊണ്ട് എൻ്റെ ഫേസിൽ വന്നത്. എൻ്റെ ചിന്നങ്ങ് ഒതുങ്ങി, താണ്ടി കുറച്ചിങ്ങനെ കൂർത്തതുപോലെ വന്നു. ആ സൈഡ് ഒതുങ്ങുമ്പോഴത്തേക്ക് തന്നെ ഫേസിന് നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ബ്രേസസിൻ്റെ സ്റ്റോറി. ഇതിന് മൊത്തത്തിൽ എനിക്കൊരു 8,000-ൻ്റെ അകത്ത് മാത്രമേ ചിലവായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കൂടിപ്പോയാൽ 10. അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ ചിലവ് വരത്തില്ല കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ റിട്ടൈനേഴ്സ് ഉണ്ട്. അത് ഞാൻ രാത്രി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. കിടന്നുറങ്ങാൻ നേരം യൂസ് ചെയ്താൽ മതി. ചില ദിവസങ്ങളിൽ ഞാൻ വെക്കാറുമില്ല. ഓർക്കുമ്പോഴൊക്കെ രാത്രി അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബ്രേസസിൻ്റെ സ്റ്റോറി. അതും കഴിഞ്ഞു, എൻ്റെ പണിയുമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതേ സ്കൂളിലോട്ട് ഇറങ്ങിയാണ്. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.